നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ പ്ലേ സ്റ്റോർ നമുക്ക് ഏറ്റവും കൂടുതൽ സേഫാണ് എന്ന് കരുതി നമ്മൾ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്ന പ്ലേ സ്റ്റോർ നമ്മുടെ സ്വകാര്യതകൾ മറ്റൊരിടങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗൂഗിളിനുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ ക്രോമിലൊക്കെ പല ഡാറ്റകളും ഇത്തരത്തിൽ ഗൂഗിൾ ക്രോം മറ്റു തേർഡ് പാർട്ടി സൈറ്റുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നും അതെങ്ങനെ ഓഫ് ചെയ്യാന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്തു. സ്റ്റോറിലും ഇത്തരത്തിലൊരു സെറ്റിങ്സ് ഉണ്ട്. കാരണം നമ്മളത് തീർച്ചയായിട്ടും സെറ്റ് ചെയ്ത് വെക്കണം. അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറിനകത്തുള്ള ഈ സെറ്റിങ്സ് നിങ്ങളൊന്ന് മാറ്റം വരുത്തി നോക്കുക. ഏതാണ് സെറ്റിങ്സ് എന്ന് കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈലിൽ കാണും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന ജനറൽ എന്നൊരു സെറ്റിങ്സ് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിൽക്കുക ആപ്പ് ഇൻസ്റ്റാൾ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങളുടെ ഡാറ്റകൾ പ്ലേ സ്റ്റോറിൽ തന്നെ ഷെയർ ചെയ്ത് അത്തരം തേർഡ് പാർട്ടി ആപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളിലേക്ക് നമ്മുടെ ആവശ്യമില്ലാത്ത നമ്മുടെ ഡാറ്റകളൊക്കെ നമ്മുടെ അനുവാദമില്ലാത്ത നമ്മുടെ ഡാറ്റകളൊക്കെ പ്ലേ സ്റ്റോർ ഷെയർ ചെയ്ത് കൊടുക്കും. ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. സെൻഡ് ഡാറ്റ ടു ഗൂഗിൾ അബൌട്ട് വിച്ച് പാർട്സ് ഓഫ് ആൻ ആപ്പ് യൂസ് എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആപ്പുകൾക്ക് നിങ്ങളുടെ ഡാറ്റകൾ നിങ്ങളുടെ വിവരങ്ങൾ ഗൂഗിൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിവിടെ കാണുന്നുണ്ട്. നമ്മൾ ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് എപ്പോഴും ഓഫ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ പ്ലേ സ്റ്റോറിനകത്ത് തന്നെ നമ്മുടെ ഈ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്ത് വലതുഭാഗത്തുള്ള നേരത്തെ പറഞ്ഞ ആ പ്രൊഫൈലിനകത്തൊന്ന് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിൽക്കുക പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പലർക്കും ഇത് അറിയുന്നതാണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആപ്പുകൾ പ്ലേ സ്റ്റോർ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ചില പ്ലേ സ്റ്റോറിനകത്ത് സ്കാൻ ചെയ്യാറില്ല. കാരണം അത് സെറ്റിങ്സ് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരിക പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇവിടെ കാണാൻ സാധിക്കും സ്കാൻ എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്തു. നിങ്ങളുടെ പ്ലേ സ്റ്റോറിനകത്ത് ഇത്തരത്തിൽ വന്നിട്ടുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്യുക. ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ഫോണിനകത്തുള്ള മുഴുവൻ ആപ്പുകളും പ്ലേ സ്റ്റോർ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എന്തെങ്കിലും വൈറസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാൾവെയറുകളോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റെ ഫോണിനകത്ത് ഇപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് അതായത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്തു. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ സ്റ്റോർ തന്നെ ഓരോ 10 സെക്കൻഡിലും നിങ്ങളുടെ ആപ്പുകൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും മാൾവെയർ കിട്ടിക്കഴിഞ്ഞാൽ ആ ആപ്പിന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയും അത് അവിടെ വെച്ച് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതിനകത്ത് മറ്റു സെറ്റിങ്സ് പറയുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് ഒരു സെറ്റിങ്സിന് ഐക്കൺ കാണും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്നാമത്തെ സ്കാൻ ആപ്പ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ളത്. ഇത് നമ്മൾ ഇത് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടാകും. നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഓരോ 10 സെക്കൻഡിലും നിങ്ങൾ ആപ്പുകൾ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് നമ്മൾ തീർച്ചയായിട്ടും ഓൺ ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും വൈറസോ മാൾവെയർ അറ്റാക്കൊക്കെ ഉള്ള ആപ്പുകളുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ അറിയിക്കുകയും ചെയ്യും പ്ലേ സ്റ്റോർ. രണ്ടാമത്തെ സെറ്റിങ്സ് ഇംപ്രൂവ് ഹാംഫുൾ ആപ്പ് ഡിറ്റക്റ്റ് എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ അത്തരത്തിൽ ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് നമ്മുടെ ഫോണിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ച് നൽകാനുള്ള ഫീച്ചറാണ്. അത് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും ആപ്പ് പ്രൈവസി എന്നുള്ളത്. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും അൺയൂസ്ഡ് ആപ്സ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഫോണിനകത്ത് ഏകദേശം 6 മാസത്തോളമായിട്ട് ഞാൻ ഉപയോഗിക്കാത്തൊരു ആപ്പാണ് ഈ ഒരു FM റേഡിയോ എന്നുള്ള ആപ്പ്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ 6 മാസത്തോളം ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്പുണ്ടോ എന്ന് നോക്കുക. കാരണം നമുക്ക് നമ്മുടെ ഫോണിനകത്ത് ഒരാവശ്യമില്ലാത്ത ആപ്പുകളാണ്. കാരണം വെറുതെ അതിൻ്റെ സ്റ്റോറേജും അത് നമ്മുടെ റാമും ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു ആപ്പ് 6 മാസത്തോളമായിട്ട് ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടായില്ല. അത്ര ആപ്പുകൾ ഇവിടെ വെച്ച് നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം സെറ്റിങ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.